14 അധ്യായത്തിൽ ധർമ്മയോഗം, മുൻ അധ്യായത്തിൽ മൂർച്ചയുള്ള ദർശനത്തിന്റെ പ്രയോഗത്തിൽ നിന്നുണ്ടാകുന്ന ചില യോഗരീതികളെക്കുറിച്ച് വിവരിച്ചിരുന്നു. അന്നമയകോശത്തിൽ നിന്നെടുത്ത മൂർച്ചയുള്ള ദർശനം സൂക്ഷ്മകോശങ്ങളിൽ വ്യാപിക്കുകയും ബ്രഹ്മാനന്ദത്തിന്റെ അനുഭവം നൽകുകയും ചെയ്യുന്നതുപോലെയാണ്. താഴെ കാണുന്ന പ്രക്രിയ മണതള ബ്രഹ്മണോ ഉപനിഷത്തിൽ നിന്നും പ്രാചീയിലെ ശങ്കരഭഗവത് പാദസരിയാൽ രചിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന ഭാഷയുടെ അപൂർവ വ്യാഖ്യാനത്തിൽ നിന്നും എടുത്തതാണ്. 2. ശരീരത്തിന്റെ മധ്യത്തിൽ സുഷുമ്ന എന്ന ബ്രഹ്മനാഡിയുടെ ഉറവിടത്തിൽ നിന്ന് ചന്ദ്രനും സൂര്യനുമുള്ള ബ്രഹ്മരണ്ഡം മാത്രം ദൃശ്യമാണ്. അതിന്റെ മധ്യത്തിൽ താമരനൂൽ പോലെ നേർത്ത ഗുണദലിനീ ശക്തി ദേവന്മാരുടെ കിരണങ്ങൾ പോലെ പ്രകാശിക്കുന്നു. ധ്യാനത്തിൽ അദ്ദേഹത്തെ കാണുന്നവർ തർക്കയോഗത്തിന്റെ ശക്തിയിലൂടെ മോചനം നേടുന്നു. നെറ്റിക്ക് മുകളിലുള്ള ചന്ദ്രബിംബത്തിന്റെ തേജസ് കാണുന്നവൻ സിദ്ധനാകുന്നു. ബുദ്ധന്റെ പ്രതിജ്ഞയിൽ മുഴുകി ചൂണ്ടുവിരൽ കൊണ്ട് ചെവി പൊത്തി പുരികങ്ങൾക്കിടയിലുള്ള നീലവെളിച്ചം കാണുന്നവൻ അപാരമായ ആനന്ദം പ്രാപിക്കുന്നു. അതുപോലെ ഹൃദയത്തിന്റെ താമരയിൽ പ്രകാശം കാണുന്നവനും അത് നേടുന്നു. ഇവയാണ് അന്തർദൃഷ്ടിയുടെ ആചാരങ്ങൾ. 3. പിന്നെ ബഹിർദൃഷ്ടി. മൂക്കിന്റെ അഗ്രത്തിൽ നിന്ന് യഥാക്രമം 4, 6, 8, 10, 12 എന്നീ വീരക്കടൈ സാധനങ്ങളിൽ ആകാശമൂലകത്തെ വെള്ള, മഞ്ഞ, നീല, കറുപ്പ് നിറങ്ങളായി കാണുന്നവൻ യോഗിയാകുന്നു. ചഞ്ചൽ ദൃഷ്ടിയോടെ ആ ആകാശത്തെ കാണുകയും അവിടെ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാണുകയും ചെയ്യുന്നവൻ യോഗിയാകുന്നു. അഭാങ് ദൃഷ്ടിയോടെ ഉരുകിയ സ്വർണത്തിന്റെ തേജസ് കാണുന്നവൻ ദാരുദൃഷ്ടിയാകുന്നു. നെറ്റിയിൽ നിന്ന് 12 ഇഞ്ച് മുകളിലായി കാണുന്ന രണ്ടാമത്തെ ദർശനം ശക്തനാണ്. പുറത്തുനിന്നുപോലും പ്രകാശം കാണുന്നവൻ ആമസനായി മാറുന്നു. നെറ്റിക്ക് മുകളിലുള്ള ആകാശം കാണുന്നവൻ യോഗിയാകുന്നു. അങ്ങനെ ബാഹ്യദർശനത്തിന്റെ തരങ്ങൾ ഇവിടെയും 6-ാം അധ്യായം 7-ാം ഖണ്ഡികയിലെ ആകാശത്തിന്റെ വിവരണം പിന്തുടരും. 4. പിന്നെ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി, ശൂന്യമായ ആകാശം, മനസ്സിനുള്ളിലെ ഈ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ധ്യാനിക്കുന്നവന്റെ ആത്മാവായ മധ്യദർശനം അവയെ ധ്യാനിക്കുന്നവന്റെ രൂപമായി മാറുന്നു. 5. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ആചാരങ്ങൾ ക്രമത്തിൽ പരിശീലിക്കുകയും വിവിധ ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നയാൾ വലിയ ആകാശത്തിന്റെ രൂപമായി മാറുന്നു. തുടർന്ന് തിളങ്ങുന്ന നക്ഷത്രങ്ങളുള്ള ഇരുണ്ട ആകാശം, തുടർന്ന് അഗ്നിയുടെ വലിയ ആകാശം, തുടർന്ന് തിളങ്ങുന്ന തത്വ ആകാശം, സൂര്യന്റെ ആദിത്യാകാശം. ഈ രീതിയിൽ നക്ഷത്രങ്ങളുടെ അന്ത്യത്തിലൂടെ ആകാശത്തിന്റെ രൂപത്തെ മനസ്സിലാക്കുന്ന ഒരാൾ അതിനെ ആ രൂപമായി പരിശോധിക്കുന്നു. അതിനാൽ അമനസ്കാമന്റെ രാജകീയ യോഗം നൽകുന്ന ഏറ്റവും മികച്ച പാതയാണ് നക്ഷത്രയോഗം. 6. നക്ഷത്രത്തെ സാധാരണ നക്ഷത്രമായും അമനസ്കാമിലെ ഉയർന്ന രാജകീയ യോഗമായും തിരിച്ചിരിക്കുന്നു. അതായത് സൂര്യനും ചന്ദ്രനും എന്ന 2 കണ്ണുകൾ പുരികങ്ങളുടെ മധ്യത്തിൽ ലയിച്ചിരിക്കുന്നു. പങ്കിട്ട ദർശനത്തിൽ ബാഹ്യശക്തി സൂര്യനെ പോലെ തലയോട്ടിയുടെ ആന്തരിക അറയിൽ ചന്ദ്രനും സൂര്യനും ചലിക്കുന്നത് കാണണം. ബ്രഹ്മവും ബിണ്ടണ്ടവും സംയോജിപ്പിക്കണം. മനസ്സിനെ കേന്ദ്രീകരിച്ച് ഒരാൾ ഈ ദർശനം പരിശീലിക്കണം. 7. താരകം, മൂർത്തിമതം കരകം, അമൃതി താരകം എന്നിങ്ങനെ 2 തരമുണ്ട്. ഇന്ദ്രിയങ്ങളുള്ളത് മൂർത്തിമത് രൂപം കൊണ്ട്, മറ്റൊന്ന് പുരികങ്ങൾക്കിടയിൽ പറക്കുന്ന ഒന്ന്, മനസ്സുമായി ഇണങ്ങിച്ചേരുന്ന ആന്തരിക കണ്ണിൽ തിളങ്ങുന്ന ശുദ്ധമായ വെളുത്ത പരബ്രഹ്മം. 8. മൂർത്തിതാരകം. ഇതിനും മനസ്സിന്റെ ശ്രദ്ധ ആവശ്യമാണ്. പുരികങ്ങളുടെ മധ്യത്തിൽ തിളക്കം പ്രത്യക്ഷപ്പെട്ടതിനുശേഷം നിങ്ങൾ നെറ്റിയിലേക്ക് നിങ്ങളുടെ നോട്ടം തിരിച്ചുവിട്ടാൽ പെമുനാമണി എന്ന ആദ്യത്തെ താരക യോഗാവസ്ഥ നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് മൂർത്തിതാരകം. 9. പിന്നെ അമൃതി താരകം. യോഗ എന്ന അഗ്നിയിൽ മനസ്സായ യജമാനൻ, മനസ്സായ അദ്വായു, ബുദ്ധിയായ ഹോതം, അഹങ്കാരമായ ഉത്കത എന്നിവയ്ക്കൊപ്പം ഇന്ദ്രിയങ്ങളുടെയും പ്രാണന്റെയും ഹോമം നടത്തണം. ഈ രീതിയിൽ അവൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ചിത്തത്തെയും തന്നിൽ തന്നെ ലയിപ്പിച്ച് ശുദ്ധമായ ബ്രഹ്മത്തിൽ അനുദിനം ലയിക്കുന്നു. ഇതാണ് രുചികരമായ രാജയോഗം. ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിലും ഈ തരത്തിലുള്ള ത്യാഗം കാണാം. 10. കഴുത്തിന്റെ പിൻഭാഗത്തുള്ള ജ്യോതിയെ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന സിദ്ധികൾ ലഭിക്കും. 11. ഉറച്ചിരുന്ന് ഒരു വസ്തുവിനെ കണ്ണിമയ്ക്കാതെ നോക്കുന്നത് ധ്യാനത്തിന്റെ സാംഭവി മുദ്രയിലായിരിക്കുന്നത് സാംഭവി മുദ്രയായി മാറുന്നു. സാം മുദ്രയിൽ ഒരാളെ കാണുന്നതൊരു വലിയ പുണ്യമാണ്. ആത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ മനസ്സുകൾക്ക് അപ്രാപ്യമാണ്. ഗുരുവിന്റെ നോട്ടത്താൽ നിറഞ്ഞ ആത്മാവ് സഹസ്രതാമരയിൽ ഒരു സ്ഫടികം പോലെ പ്രത്യക്ഷപ്പെടുന്നു. 12. 25-ാമത്തെ മൂലകം ജീവാത്മാവ് 24 മൂലകങ്ങളെയും ഉപേക്ഷിച്ച് 26 മൂലകങ്ങളായ പരമാത്മാവിൽ ലയിച്ച് മോചനം നേടുന്നു. ആർക്കും ഈ രീതിയിൽ പരമബ്രഹ്മനാകാം. 13. ത്രികുടസ്ഥാനം 5 മൂലകവർണ്ണങ്ങൾ ചേർന്നതാണ്. അതുപോലെ ചതുർഭുജഘട്ടം. പരമാത്മാവ് അതിന്റെ മധ്യത്തിലിരിക്കുന്നു. ജ്ഞാനിയായ ഗുരു കടക്ഷത്തിലൂടെ ദൃശ്യമാകുന്നു.
ആന്തരികവും ബാഹ്യവുമായ നേത്രങ്ങളുടെ മധ്യദർശനത്തോടെ ഈ പീഠത്തെ കാണുക. അതാണ് നാഥ ബിന്ദു കോലദപതി ഘട്ടം ബ്രഹ്മാനന്ദം. ലയസ്ഥാനം, സഗുണനിർഗുണസ്ഥാനം, കങ്കോലകക്ഷി, ജലജ്യോതിസ്പാദി കവർണം, ശ്രീമന്നാരായണസ്ഥാനം, അറിയുന്നവൻ മുക്തി നേടുന്നു. സംസ്കൃതത്തിൽ തരക എന്നാൽ കണ്ണിന്റെ കൃഷ്ണമണി എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ ഇത്തരകയോഗം ഒക്യുലോ മോട്ടോർ നാഡിയെ ആലിംഗനം ചെയ്യുന്നു. അത് ഭയവുമായി വിവിധ രീതികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ ജ്ഞാനത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നു.